വസന്ത്, CPM-ന്റെയും സർക്കാരിന്റെയും നിലപാട് ശരിക്കൊന്ന് കാതോർത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കായി ലേലുവല്ലു ലേലുവല്ലു അഴിച്ചുവിട് എന്ന പഴയ മോഹൻലാൽ പറയുന്നത് പോലെ കേൾക്കാം. തെറ്റ് മനസ്സിലായ CPM-നും സർക്കാരിനും വീട് കയറി തെറ്റുപറ്റിയെന്ന് അവർ പറഞ്ഞു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. സുപ്രീം കോടതിയിലടക്കം വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിച്ചാൽ അതിനെ കളിയാക്കാൻ പാടില്ല, സ്വാഗതം ചെയ്യണം. കാര്യം സർക്കാർ വിശ്വാസി പക്ഷത്തേക്ക് വരികയാണ്. ശ്രീ വസന്ത്, അല്ല നോക്കൂ ഹാഷ്മി, ഇവർ U-turn അടിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇനി എപ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്നതിൽ മാത്രമാണ് സംശയം. ഇന്നിപ്പോൾ രാജീവിനോട് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ പറയാൻ പറ്റില്ല ശബരിമല വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമാകുമോ ഇല്ലയോ? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ എന്താ പാടിയിരിക്കുന്നത്? രണ്ട്, ഇനി ഇവരെ ഈ പറയുന്ന വിശ്വാസികൾക്കൊപ്പം ഇവർ നിലപാടെടുക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, കൊള്ളരുതായ്കൾ അത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറും. അങ്ങനെ വരുമ്പോൾ സംഘ് പരിവാറിന് ഈ നാട്ടിലെ മതേതര വോട്ടുകളിലേക്ക് കടന്നു കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത്, ഒരു സമര നാടകത്തിന് വേദി ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, സംഘ് പരിവാറിൻ്റെ ഒരു വേരോട്ടം, BJP-യുടെ ഒരു വേരോട്ടം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഒരു പുഷ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിൽ നമ്മൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ആ പുഷ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ അവരുടെ തന്നെ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി BJP-ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശബരിമല വിധി വരുന്ന സമയത്ത് എടുത്തുചാടി സർവകക്ഷി യോഗം പോലും വിളിക്കാതെ വിശ്വാസികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ജാതിമത അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതിമത സംഘടനകളെയും കേൾക്കാതെ, അതായത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായം ആരായാതെ എടുത്തു പുറപ്പെട്ട് ഞാനാണ് നവോത്ഥാന നായകൻ, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും ചാവറയച്ചനും ഒക്കെ എന്ന പോലെ പിള്ളേർ പഠിക്കുമ്പോൾ, നാളുകളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ പിണറായി വിജയനും അതിൻ്റെ അപ്പുറത്ത് വേണം എന്ന വാശിയോടുകൂടി എടുത്തു ചാടി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തു. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തതിൻ്റെ ഫലം അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കിട്ടുകയും ചെയ്തു. അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ചയാണ് വീട് കയറി പ്രചരണവുമായി, അങ്ങ് സൂചിപ്പിച്ച വീട് കയറിയുള്ള പ്രചരണവുമായി കോടിയേരി ബാലകൃഷ്ണനും മറ്റുമൊക്കെ വീടുകളിലേക്ക് പോകുന്നത്. അതിന് വിശ്വാസികൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് സർക്കാർ ആ വിഷയത്തിൽ ഒരു പിന്നോട്ട് പോകൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വാഗതം ചെയ്യണ്ടേ? അഭിപ്രായം സർക്കാർ അതിൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഞങ്ങൾ കിട്ടിയ നവോത്ഥാനം അതിൽ തെറ്റായി പോയി എന്ന് തുറന്നു പറയാൻ ജാള്യം ഉണ്ടാവില്ലേ? അത് ഏത് സർക്കാരിന്റെ ഈഗോ ഉണ്ടാവില്ലേ? ആ ഈഗോ നമ്മൾ മാനിക്കണ്ടേ? ആ ഈഗോ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പറഞ്ഞ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം, രഹന ഫാത്തിമ, ബിന്ദു അമ്മണി തുടങ്ങിയവരെ കയറ്റാൻ കൊടുത്ത പിന്തുണ തെറ്റാണ്, 100% തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിലേക്ക് ബിന്ദു അമ്മണി വരാതിരിക്കാൻ അവർ പേട്ടയിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അയച്ചു എന്നൊക്കെ കേൾക്കുന്നേ. അപ്പോൾ അത്രത്തോളം കരുതൽ കാണിക്കുന്ന ഒരു സർക്കാർ നിലപാടിനെ, പിന്മാറ്റത്തെ, അതിനെ മലക്കമറിയിൽ നിന്നൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞാലും പിന്തുണയ്ക്കണ്ടേ വസന്ത്? അല്ല, അവിടെ എന്താണ് പ്രശ്നം എന്നറിയാമോ? ഇവർ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട് മാത്രമല്ല ഹാഷ്മി പ്രശ്നം. കാരണം അങ്ങനെ ഒരു വിധി വന്നതിന് ശേഷവും വിശ്വാസിയായ ഒരു സ്ത്രീ പോലും മല ചവിട്ടാൻ തീരുമാനമെടുത്തില്ല. ഒരു സ്ത്രീ പോലും, ഞങ്ങൾ ആരും അവിടേക്ക് പോകുന്നില്ല, സ്വമേധയാ വോളണ്ടിയർലി ഒരാൾ അങ്ങനെ ഒരു ആവശ്യവുമായി വന്നില്ല. അങ്ങനെ വന്നാൽ മാത്രമാണ് സർക്കാരിന് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. എന്നാൽ രഹന ഫാത്തിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ബിന്ദു അമ്മിനിയുടെ, കനകദുർഗയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇവരെല്ലാം ഹാർഡ് കോർ ലെഫ്റ്റാണ്. ഇവരെല്ലാം CPM മെമ്പേഴ്സ് അല്ലെങ്കിൽ പോലും മെമ്പേഴ്സിനേക്കാൾ അപ്പുറത്ത് CPM-ന് വേണ്ടി നിലപാടെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് കനകദുർഗയും ബിന്ദു അമ്മണിയും ഈ പറയുന്ന രഹന ഫാത്തിമയും CPM സ്പോൺസർ ചെയ്ത് നിർബന്ധിച്ചാണ് മല കയറ്റിയത് എന്നാണ് എൻ്റെ ആരോപണം, ഞങ്ങളുടെ ആരോപണം. അതായത് വിശ്വാസിയായ ഒരു സ്ത്രീ വോളണ്ടിയർലി വന്നാൽ മല കയറ്റാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന നിയമപരമായ ഉത്തരവാദിത്തമല്ല, മറിച്ച് വിശ്വാസിയല്ലാത്തൊരു സ്ത്രീയെ നിർബന്ധിച്ച് മല കയറ്റാനുള്ള അതിരു കടന്ന രാഷ്ട്രീയ പ്രയോഗം. അത് ഈ പറയുന്ന രീതിയിൽ ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും മല കയറിയതിലുള്ള ഉൾക്കളികൾ എന്താണ് എന്ന് അവർ തന്നെ പറയേണ്ടതാണ്. അവർ പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അടുത്ത ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇന്നിപ്പോൾ G സുകുമാരൻ പറഞ്ഞു പൂർത്തിയാക്കൂ ശ്രീ വസന്ത്. അല്ല 10 സെക്കൻഡ് ശ്രീ ഹാഷ്മി നോക്കൂ. അന്ന് വീട്ടിലിരുന്ന കനകദുർഗയും ബിന്ദു അമ്മണിയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് മല കയറ്റാൻ പോയവർക്ക് ഇന്ന് അവർ പമ്പയിലോ അല്ലെങ്കിൽ എരുമേലിയിലോ എന്തിനേറെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ വന്നാൽ പോലും പേടിക്കുന്നതും പേടിച്ചു പറക്കുകയും ചെയ്യുന്നത് കാലത്തിന്റെ കലികാലം തന്നെ എന്നേ പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.